ആ ഒരു ഇത് ടോളാണ് ഇത്. അപ്പോൾ ഇവിടെ കൂടിയാണ് നമ്മൾ ആ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കയറിയത്. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഇതെന്തോ അതുപോലെ നമ്മൾ വന്നവഴിക്ക് കുറച്ച് പേര് ഇങ്ങനെ വണ്ടിക്ക് വന്നിട്ട് കുറേ കുപ്പിച്ചില്ലും കാര്യങ്ങൾ അതേപോലെ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാ. ഇവിടെ ഫുള്ള് ക്യാമ്പിങ്ങിൻ്റെ ഇതാണ്. ഇതൊക്കെ ഫുള്ള് ക്യാമ്പിങ്ങിൻ്റെ സെറ്റാണ്. ശരിക്കും ഇത് ആ ഒരു സീസൺ ടൈമിലാണ് ഇവർ ഫുള്ള് സെറ്റാക്കണത്. ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഫുള്ള് ക്യാമ്പിങ്ങിൻ്റെയാണ്. ഇവിടെയൊക്കെ ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതായത് ആ ഒരു സീസൺ ടൈമല്ല ഇത്. നമുക്കിത് കിട്ടിയത് നമ്മുടെ അമിത് ഭായില്ലേ, അമിത് ഭായിയുടെ കമ്പനിക്കാരനാണ് നമ്മുടെ ഈ ശിവഭായി. അപ്പോൾ ആ പുള്ളിയുടെ ഇതിലാണ് കിട്ടിയത്. പുള്ളിയുടെ ഈ സ്പോട്ട് ഫുള്ളും. അപ്പോൾ പുള്ളി ശരിക്കും ഒരു ട്രക്കറാണ്. അതായത് പുള്ളി പിന്നെ ഹിൽ ക്ലൈമ്പിങ് അങ്ങനെ ഇത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇവിടെ അക്കാദമി കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതേപോലെ നമ്മുടെ അമിത് ഭായിയും ആ സെയിം ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണക്ഷൻ കിട്ടി നമുക്ക്, നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആൾ അടിപൊളി മനുഷ്യനാണ്. ആൾ നമ്മളെ ഇന്നലെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു പുള്ളിയുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളി മനുഷ്യനായിരുന്നു. കണ്ടില്ലേ? ഫുള്ള് അത്യാവശ്യം നല്ല സെറ്റാണ്ടത്. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഉദയ്പൂർ റോഡ് പിടിക്കാം. ഇവിടെ നിന്ന് ഇനി മൊത്തം ഇറക്കമുണ്ട്. നമ്മൾ ഇന്നലെ മൊത്തം കയറി, ഇന്ന് മൊത്തം ഇറക്കും. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ യാത്ര. നമ്മൾ ഇനി ഇറങ്ങേണ്ടത് ഇന്നലെ നമ്മൾ വന്ന റൂട്ടാണ്. അത് ഇന്നലെ കണ്ട ആ ഒരു ഇത് ടോളാണ് ഇത്. അപ്പോൾ ഇവിടെ കൂടിയാണ് നമ്മൾ ആ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കയറിയത്. അപ്പോൾ നമുക്ക് ആ റൂട്ട് പോവാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഞാൻ പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടേക്ക് വരാൻ വേണ്ടി നമ്മുടെ ഇവിടുന്ന് അഹമ്മദാബാദിൽ നിന്നും ബസ്സുണ്ട്. അതായത് നമ്മുടെ മൗണ്ട് അബു കയറാൻ വേണ്ടി അഹമ്മദാബാദിൽ നിന്നും ബസ്സുണ്ട്. അതേപോലെ തന്നെ മൗണ്ട് അബു റോഡിൽ നിന്നും ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇറങ്ങി. ഫുള്ള് ഇറക്കമുണ്ട്. ഇനി മൊത്തം ഒരു 20 കിലോമീറ്റർ ഇറക്കണം ഇങ്ങോട്ടേക്ക്. കാരണം ഈ 20 കിലോമീറ്റർ ഇന്നലെ നമ്മൾ കയറിയാണ് വന്നത്. അതായത് കൂടുതലും നമ്മുടെ കഴിഞ്ഞ ദിവസം ബ്രോ കണ്ടായിരുന്നില്ലേ, അപ്പോൾ പുള്ളിയാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. കാരണം നമ്മൾ അത്രയും കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി ഒന്നും കാണാനോ നടക്കില്ല, ഒരു പരിപാടിയും നടക്കില്ല. ഇയർപ്പിനൊക്കെ തള്ളി കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണി തന്നെയാണ്. അപ്പോൾ ആളുടെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ലഗേജും കാര്യങ്ങളും വെച്ചിട്ട് ബാക്കിൽ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇവിടം വരെ കയറിയത്. ആ ഒരു വന്നവഴിക്ക് നമ്മളൊരു ടോൾ ഗേറ്റ് കണ്ടില്ലേ, അവിടം വരെ കയറിയത്. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഇതെന്തോ വാട്ടർ അതോറിറ്റിയുടെ എന്തോ സംഭവം എന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. അവിടെ എന്തോ ടാങ്കൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ. പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങാടേക്ക് ഒഴുകി പോണേ വെള്ളം. എനിക്ക് തോന്നുന്നു അടിയിൽ ശരിക്കും ഇത് നമ്മുടെ ആ മേളിൽ വന്നവഴിക്ക് കുറച്ച് വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അവിടെ നിന്ന് ഒഴുകി നേരെ അടിയിലേക്ക് വന്ന ഒരു ഇതാണിത്. അപ്പോൾ ഇനി പോണ വഴിക്ക് ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നി. ഞാൻ ഇന്നലെ വണ്ടിക്ക് വന്നതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കുറേയൊന്നും ഒരു കണക്കിനാണ് ഞാൻ സൈക്കിളിൽ പിടിച്ചിട്ട് വന്നത്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് പയ്യെ എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും നമ്മൾ പോണത് ഈ സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് എന്തായാലും പയ്യെ നിർത്തി പോകാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇറക്കമാണ് ഇനി അങ്ങാടേക്ക്. നമ്മൾ ഇന്നലെ കയറിയതുപോലെ ഫുള്ള് അങ്ങ് ഇറക്കമാണ്. കാരണം കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. അതേ സൈക്കിളിൽ ഇവിടെ ചാരി ഇങ്ങനെ വെച്ചിട്ടാണ് വന്നത്. കാരണം സ്റ്റാൻഡ് കണ്ടില്ലേ, സ്റ്റാൻഡ് കുറച്ച് കംപ്ലൈൻ്റ് ആണ് ഇവിടുത്തെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ചെറിയ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം.
നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ആ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ചെറുത് അത് കണ്ടില്ല, അത് വന്ന് ഒഴുകി വലിയൊരു വെള്ളച്ചാട്ടം ഇട്ട് ഇങ്ങനെ കണ്ട അടിപൊളി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് അങ്ങ് ഒഴുക്കുണ്ട്, നല്ല രീതിയിൽ അടിയിലേക്ക് പോകണുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. Hai. Yeah, thank you. Hey, you're from Kerala? Yeah. Ashkar. You're from Kerala, Kochi. Cochin? Yeah. I'm from Jignesh. Jignesh मतलब किधर? Jignesh from Ahmedabad. अहमदाबाद हुआ। ये देखा वो माउंटेन। Mountain. हाँ। वो गुरु शिखर। हाँ, गुरु शिखर देखा। हाँ, वो हम वापस आएगा ना? हाँ, अभी हम जाएगा अहमदाबाद। अहमदाबाद। हाँ, अभी घूम के आ गए। अच्छा। यूट्यूबर। Yeah, छोटा। Okay, see you. See you. Nice to meet Thank you, you. thank you, bro. നമ്മൾ അവിടെ നിന്ന് കണ്ടൊരു വാട്ടർഫാൾസ് ഇല്ലേ, ആ വാട്ടർഫാൾസ് ഒഴുകി വന്ന ഇതാണ് കേട്ടോ ഈ കാണുന്ന. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഇഷ്ടമാതിരി കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ. കാരണം ഇത് ശരിക്കും നമ്മുടെ മൂന്നാർ പോണ റൂട്ടിൽ, മൂന്നാറായാലും വയനാട് അങ്ങനെ പോകുമ്പോൾ ഇഷ്ടമാതിരി ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലേ. മാഗി, അതായത് നൂഡിൽസ്, പിന്നെ അതേപോലെ അതന്നെ നൂഡിൽസും മാഗി ഒന്നും തന്നെയാണ്. അതേപോലെ തന്നെ പിന്നെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ ചായ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ ഗുരു ശിഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണ്. അതേപോലെ ഓഫ് റോഡ് കാര്യങ്ങളൊന്നുമല്ല, സ്ട്രെയിറ്റ് റോഡ് എൻഡ് വന്നിരിക്കണ പീക്കാണ് ഗുരു ശിഖർ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പിന്നെ അതേ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പേരുണ്ടാവും, അവരൊക്കെ പോയി. പിന്നെ അതേ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഇപ്പം ഉണ്ട് ഇവിടെ. നമ്മുടെ അടുത്തേക്ക് അധികം പോകാണ്ടിരിക്കാൻ നല്ലത്. രണ്ടിൽ മേലൊരുത്തൻ നിൽക്കുന്നത് ഇവിടെ 2-3 നേരം ഇപ്പം ഉണ്ട്. ഒരു കുഞ്ഞൊരുത്തൻ റോട്ടിൽ കൂടെ നടക്കുന്നുണ്ടാകും. അപ്പം എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നേരെ അടുത്ത പോണ വഴിക്ക് ഓരോ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് നമുക്ക് പയ്യെ പോവാം അങ്ങടേക്ക്. അതുപോലെ നമ്മൾ വന്നവഴിക്ക് കുറച്ച് പേര് ഇങ്ങനെ വണ്ടിക്ക് വന്നിട്ട് കുറേ കുപ്പിച്ചില്ലും കാര്യങ്ങൾ, അതേപോലെ തന്നെ കുപ്പി, അതായത് ബിയറും കുപ്പി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നില്ലേ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കുറേ ആളുകൾ വന്നിട്ട് ഫുള്ള് ഇവിടെ വെള്ളമടിയും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടംമാതിരി വേസ്റ്റും കുപ്പിച്ചില്ലും എല്ലാം, കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ആൾ പറഞ്ഞതും കാര്യമാണ് ശരിക്കും. അതങ്ങനെയാണ് ശരിക്കും. അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നിട്ട് ഫുള്ള് വേസ്റ്റ്. കാരണം മിക്ക സ്ഥലങ്ങളിലും വേസ്റ്റ്. ആ വണ്ടി തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, കുറേ കുപ്പികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതല്ലാണ്ട് ഇഷ്ടംമാതിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നൊഴിക്ക് ഇവിടെ കണ്ടില്ല ഫുള്ള് കോടയുണ്ട്. ഇങ്ങാടൊക്കെ വന്നുണ്ട് കോട, ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞേക്കണേ. ഈ ഒരു അന്തരീക്ഷം നോക്കി അല്ലേ, പുറയിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ അതേ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നമുക്കിനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 6-7 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടിയിലെത്തി. കണ്ടില്ല നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കിടിലം വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് നിർത്തിയാ.
ഇടയ്ക്കിടയ്ക്ക് ഇത് എന്താണ് പറയണേക്കെ അങ്ങാടി ഇങ്ങാണ്ട് തെറ്റിപ്പോകേണ്ടത് ഒരു കിഡില്ല വ്യൂ പോയിന്റ് കണ്ട അവിടെ ഒരു വലിയൊരു ഇതുണ്ട് എന്താണ് അരുവിയാണോ എന്താണെന്ന് അറിയില്ല ഒരു ലേക്ക് എന്തോ ആണത് നല്ല കിഡില്ല വ്യൂ ആണ്ടോ ഞാനിപ്പോൾ അവിടുന്ന് ആ മല ഇറങ്ങി കേട്ടോ ഇറങ്ങിപ്പോൾ നമ്മൾ ഹൈവേയിലാണ് വന്നേക്കണം ഇവിടെ ആണെങ്കിൽ നല്ല ചൂടെന്ന് പറഞ്ഞാൽ ബാറ് ചൂടാണ് നമ്മൾ ഇന്നലെയൊക്കെ ഫുള്ള് നല്ല തണുപ്പായിരുന്നു ഇന്ന് നല്ല ചൂടത്താൻ വന്നിരിക്കണം കണ്ടില്ലേ ഇപ്പോഴത്തെ ഇഷ്ടംമാതിരി ഇവിടെ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഒരു യൂണിവേഴ്സിറ്റി അതാണ് മാധവ് യൂണിവേഴ്സിറ്റി ലാറ്റത്ത് കാണണ്ട മലയൊക്കെ കണ്ട ആ ഒരു മലയെന്ന് തോന്നട്ടെ നമ്മൾ കയറി വന്ന ആ ഒരു ഇത് അത്യാവശ്യം നല്ല വെയിലുണ്ട് അത് തണുപ്പത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് നല്ല ഇത് കിട്ടിയത് എന്നാലും ഇവിടെ നിന്ന് നമ്മുടെ ഉദയ്പൂരിലേക്ക് അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ നേരെ ഉദയ്പൂരിലേക്ക് പോകണേണ് അപ്പോൾ പോണ വഴി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പയ്യെ അങ്ങനെ പോവാം നമ്മളിപ്പോൾ വഴിയിൽ വെച്ച് ഒരാളെ കണ്ടിട്ടാ ഹായ് ഹായ് ബ്രോ ഹായ് വാട്ട്സ് യുവർ നെയിം മനീഷ് ആഹാ ആളിപ്പോൾ നമ്മൾ നിർത്തി കുറച്ച് നേരം സംസാരിച്ച് ഇപ്പോൾ അവർ നമുക്ക് എന്തോ സാധനങ്ങൾ ഹായ് ഹായ് താങ്ക് യു താങ്ക് യു വാട്ട്സ് യുവർ നെയിം വന്ദന Sister Vandana from Brahma Kumaris. Oh, अच्छा. From Rajasthan. Okay. Thank you. Thank you. Thank you. All the best. Take care. Thank you. Okay. നമ്മളിപ്പോൾ വഴിയിൽ വെച്ചൊരു ഫാമിലിയെ കണ്ടില്ല അവർ കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നായിരുന്നു അതിപ്പോൾ ഇവിടെ അവിടെ നല്ല വെയിലായതുകൊണ്ട് എനിക്ക് ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല കണ്ടില്ല ഇപ്പോഴും നല്ല വെയിലാണ് അപ്പോൾ ഞാനിവിടെ ഒരു ബസ് സ്റ്റോപ്പിലാണ് വന്നിരിക്കണം അപ്പോൾ അത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രെഡ് ഉണ്ട് പിന്നെ കുറച്ച് മിക്സർ പൊരി പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലഡുവിൻ്റെ ചെറിയ കുഞ്ഞു ലഡു ഉണ്ട് പിന്നെ അതൊരു കാർഡൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് ഹിന്ദിയാണ് അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം അവർ നമുക്ക് നമ്മളെ കണ്ട് അവിടെ നിർത്തി നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര വെയിലുണ്ട് അപ്പോൾ ഞാനിവിടെ കയറിയിരിക്കണേ ഭയങ്കര ടയർഡായി അപ്പോൾ അത് കാരണം കയറിയിരിക്കണേ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മളിപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പോൾ കുറച്ച് ഒരു 10 കിലോമീറ്റർ ആണ് പോകുന്നത് അപ്പോൾ രണ്ടുപേരെ കണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയതാണ് ഹൈ ഭയ്യ हेलो हाय नाम आपका मनिंदर सिंह आपका शंकरलाल पटेल यस आई इंट्रोड्यूस यू आप क्या पूछना चाहते हैं आई इंट्रोड्यूस योरसेल्फ मनिंदर सिंह प्रेजेंटली लिव्ड इन पिंडवाड़ा सिरोही ओके आप My name is Shankarlal Patel. I live in Pindwada, physics lecturer, government teacher. ഓക്കെ രണ്ടുപേരും ടീച്ചർമാരാന്ന് പറയണം അപ്പോൾ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ അവർ നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ച് പിന്നെ എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനറിയില്ല അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഹോട്ടലിലാണ് അത്യാവശ്യം വലിയ ഹോട്ടലാണ് ഇത് അപ്പോൾ ഇത് കളിയൊക്കെ കണ്ടിരിക്കുന്നത് ഇവിടെ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കളിയാണെന്ന് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ടൈമിൽ കളി ഉണ്ടെന്ന് കഴിഞ്ഞ കളിയാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചു എന്താ പനീറും പിന്നെ റൊട്ടി തന്തൂർ റൊട്ടി അബ്ഗായിയാണോ नहीं हम खाना खा के आए ഇവർ ഭക്ഷണം കഴിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഫുഡ് കഴിച്ചിട്ട് കാണാൻ കഴിയും നമ്മളാ ബയ്യാനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമ്മളിനി നേരെ ഉദയ്പൂരിലേക്ക് പോകണേണ് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ട് ഉദയ്പൂരിലേക്ക് അപ്പോൾ ഇത്ര നേരം നല്ല വെയിലായിരുന്നു ഞാൻ കുറച്ച് നേരം ഇവിടെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യായിരുന്നു കുറച്ച് നേരം കിടന്നില്ല റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു കാരണം വെയിലായതുകൊണ്ടേ കാരണം നമ്മൾ ഇന്നലെ നല്ല തണുപ്പായിരുന്നല്ലോ അവിടെ പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നല്ല വെയിലാണ് പിന്നെ പോണ സ്ഥലങ്ങൾ മൊത്തം വെയിലായിരിക്കും കാരണം രാജസ്ഥാനിൽ എല്ലായിടത്തും അത്യാവശ്യം വെയിലാണ് പഞ്ചാബിലെന്തോ മഴയുണ്ടെന്ന് പറയണ്ട ഇപ്പം പക്ഷെ നമ്മൾ പഞ്ചാബിൽ നിന്ന് എന്തോരം ലോങ്ങാണിപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോകാൻ ഇതാണ് കേട്ടോ റൂട്ട് അവിടെയൊക്കെ മലയൊക്കെ കാണുന്നുണ്ട് ഇനി മലയൊക്കെ കയറണമെന്നറിയില്ല ഇവിടെ വന്നൊഴിക്ക് ഇവിടെ ഒരു ടോൾ പ്ലാസയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നണേ ഇവിടെയൊന്നും പമ്പില്ലെന്ന് തോന്നണേ ഈ റോഡ് ഇങ്ങനത്തെ ഒരു മല ഏരിയ പോലത്തെ റോഡാണ്
പമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഹായ്. അത്യാവശ്യം മിക്ക സ്ഥലങ്ങളും അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് മലകളാട്ടെ. ഞാൻ കാണിച്ചു തരാം. എന്നില്ലേ ഇതമാതിരി വലിയ വലിയ വണ്ടികളൊക്കെ പോകണ്ട കേട്ടോ റോഡിൽ. കാരണം ഈ റോഡ് സ്ട്രെയിറ്റ് നേരെ ചെല്ലണത് ഉദയ്പൂരിലേക്കാണ്. അപ്പോൾ ഉദയ്പൂരിലേക്കുള്ള കറക്റ്റ് റോഡാണിത് വന്നത്. അപ്പോൾ ഒരുപാട് വലിയ വലിയ വണ്ടികളും, ഇത് ഹൈവേ തന്നെയുണ്ട്, ഇത് മെയിൻ ഹൈവേ തന്നെയാണിത്. ഇതല്ലേ അപ്പം അത്യാവശ്യം വൈകുന്നേരം ഇപ്പം അതാണ് ആ വെയിലൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഒരു വെയിൽ മാറിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം. അല്ലേ ഫുള്ള് മലയുണ്ട് കാണാം. ഒരു മല നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു വ്യൂ വേണ്ട. സൈക്കിളിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ബോർഡൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്ലാഗ് രണ്ടെണ്ണം പോയി സൈക്കിളിലാണ്, ഫ്രണ്ടിലെയും പിന്നെ അതേ ബാക്കിലെയും ഫ്രണ്ടിലെ ഫ്ലാഗും പോയി. അപ്പോൾ ഇനി ഫ്ലാഗ് മേടിക്കണം. കാരണം ഫ്ലാഗ് എങ്ങനെ ഒടിഞ്ഞു പോയി, എങ്ങനെ ഒടിഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം ഇരുട്ടാറായി. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പോകണം. ഇവിടെ ഞാൻ നോക്കിയിട്ട് പെട്രോൾ പമ്പൊന്നും കിട്ടിയില്ല. പക്ഷേ നേരത്തെ നോക്കിയപ്പോൾ ഇപ്പം മാപ്പിൽ നോക്കിയപ്പോൾ കിട്ടിയായിരുന്നു പെട്രോൾ പമ്പ്. ഇവിടെ നിന്ന് 14-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിലില്ല. ഉണ്ടായിരുന്നു മതിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ കുറേ സൂം ചെയ്ത് നോക്കി, നിയർ അടിച്ച് നോക്കിയിട്ടും അപ്പുറത്തെ പുറകെ ബാക്ക് സൈഡിലാണ് കാണിക്കണം. ഞാൻ വന്ന റൂട്ടിലെ പെട്രോൾ പമ്പൊക്കെ കാണിക്കണം. അപ്പോൾ ഇനി എന്തായാലും പോണ വഴിക്ക് പെട്രോൾ പമ്പ് നോക്കണം. 14 കിലോമീറ്റർ കാണിക്കണം. എന്തായാലും പോയി നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഉദയ്പൂരേക്ക് പോണ റൂട്ടിലൊരു പമ്പിലാണ്, പെട്രോൾ പമ്പിലാണ്. ഇതാണ് പമ്പട്ടാ, HP പെട്രോൾ പമ്പാണ്. ഇവിടെ ടെൻ്റ് അടിക്കാറാന്ന് ചോദിച്ചപ്പോൾ സാധനമില്ല, കമ്പി ഒടിഞ്ഞതേ. കമ്പി ഒടിഞ്ഞല്ല, വിട്ടു പോകുന്നതാണത്. നൂല് ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ ഇതില്ലേ, അത് വിട്ടു പോകുന്നത്. ഇത് നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇന്നപ്പോഴാണ് പണി കിട്ടിയത്. കണ്ടില്ലേ, ഇത് മൊത്തം ഞാൻ വിരിച്ചിട്ട് ഓപ്പൺ ചെയ്തതാണ്. പക്ഷേ സാധനം ഞാൻ നോക്കിയപ്പോൾ ഒടിഞ്ഞു. കാരണം നമ്മൾ കുറേ ദിവസം ഇപ്പോൾ ടെൻ്റ് അടിച്ചിട്ട് മിക്ക സ്ഥലങ്ങളും സ്റ്റേയും കാര്യങ്ങളും കിട്ടണോണ്ട് ടെൻ്റ് അങ്ങനെ അടിക്കാറില്ല, അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അധികം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പം ഞാൻ അടുത്ത് നോക്കിയപ്പോൾ ഈ സാധനം ഒടിഞ്ഞ് തൂങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അവിടെ ഒരു ചെറിയൊരു കട്ടിൽ പോലെ ഉണ്ട്, നിങ്ങൾക്കത് പുറത്തിട്ടിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഇവിടെ മൊത്തം ഈ ഇതുപോലത്തെ ഇതാണ്, ചീവിൻ്റെ സൗണ്ടും പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പ്രാണിയില്ലേ, അത് ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കാം. എന്നിട്ട് ഇത് മാറ്റാൻ പറ്റുമോയെന്ന് അറിയില്ല. നാളെ പോണ വഴിക്ക് ഡെക്കാത്തലോൺ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ഏകദേശം എടുത്തിട്ട് 1 വർഷമായിട്ടുള്ളൂ, 1 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം അവിടെ ചെന്നിട്ട്. അപ്പോൾ ആ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം എന്തായാലും.